കൊല്ലത്ത് നിന്ന് കണ്ണൻ നായർ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ LDF നേരിയ ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റെല്ലാ കോർപ്പറേഷനിലും UDF ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തിലാണ് ഒരു വലിയ അവ്യക്തതയും വലിയ ആകാംക്ഷയും ഒക്കെ നിൽക്കുന്നത്. കൊല്ലത്ത് UDF 10 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. LDF 4 സീറ്റുകളിലാണ് കൊല്ലം നഗരസഭയിൽ ലീഡ് ചെയ്യുന്നത്. കണ്ണൻ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? വോട്ടെണ്ണൽ വളരെ വേഗം കുറഞ്ഞാണോ? ഒന്നും മനസ്സിലാകുന്നില്ല. വോട്ടുകൾ വളരെ വേഗം കുറഞ്ഞാണ്. ഇടത് കോട്ടകൾ തകരുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം തുടക്കത്തിൽ ആദ്യ എണ്ണ ബൂത്തുകൾ UDF അനുകൂലമായത്. ആ സാഹചര്യത്തിൽ UDFന്റെ ആ ഒരു മേൽക്കൈ ഉണ്ടാവുന്ന വിജയമാണ് എന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. LDFന്റെ കോട്ടകളിൽ പോലും ഇപ്പോൾ UDF ജയിച്ചിരിക്കുന്നു. 9 UDF ജയിച്ചത്. LDF 3 NDA 2. അങ്ങനെയാണ് ഇപ്പോൾ ഫലം പ്രഖ്യാപനം വന്നിരിക്കുന്നത്. വോട്ടെണ്ണൽ മന്ദഗതിയിൽ തന്നെയാണ് കോർപ്പറേഷന്റെ ഇടത് കോട്ട 2025 മുമ്പ് ഒരിക്കൽ പോലും LDF അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കോർപ്പറേഷൻ ഭരിച്ചിട്ടില്ല. ഇപ്പോൾ ആ കോട്ട തകരുകയാണ്. കോർപ്പറേഷൻ ഭരണത്തിലേക്ക് UDF പോകുമെന്നുള്ള സൂചനയാണ്, ആ ട്രെൻഡാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ LDF ക്യാമ്പ്, LDFന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുണ്ട്. അവരുടെ എല്ലാം ക്യാമ്പ് ശോകമാണ്. അവരെല്ലാം അല്പം പിന്നോട്ട് പോയിരിക്കുന്നു. പരാജയം മണത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി UDF പിടിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ജില്ലാ പഞ്ചായത്തിൽ